നമസ്കാരം, ഡോക്ടർ സൗമ്യയാണ്. നമ്മൾ ഇന്നലെ കേരളത്തിലെ കോളറ വയറിളക്ക രോഗം റിപ്പോർട്ട് ചെയ്തതായിട്ടുള്ള വാർത്ത കേട്ടു. അതിൻ്റെ ഒരു ടോക്കും നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തൊക്കെയാണ് കോളറയുടെ ലക്ഷണങ്ങൾ, നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നതിനെപ്പറ്റി നമ്മളൊരു ടോക്കും ഇന്നലെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ സംസാരിച്ചൊരു കാര്യമാണ്, ഏത് തരം വയറിളക്ക രോഗമാണെങ്കിലും നിർജ്ജലീകരണം പ്രിവെന്റ് ചെയ്യാനുള്ള ഏറ്റവും ബെസ്റ്റ് മാർഗം ORS, ഓറൽ റീഹൈഡ്രേഷൻ സൊല്യൂഷൻ ലായനി ഉപയോഗിക്കുന്നതാണ് എന്നുള്ളത്. അപ്പോൾ ORS ലായനി നമുക്ക് ആക്ച്വലി കടകളിൽ പോയി വാങ്ങേണ്ട കാര്യമുണ്ട്. അതൊരു പൊടിയായിട്ടാണ് നമുക്ക് അധികം കിട്ടുക, റെഡിമെയ്ഡ് ആയിട്ടും കിട്ടാറുണ്ട്. അത് ഒന്നുകിൽ 200 ml, അതായത് ഒരു സ്റ്റീൽ ഗ്ലാസ് വെള്ളത്തിലേക്കുള്ള ചെറിയ പാക്കറ്റുകളായിട്ടോ അല്ലെങ്കിൽ 1 ലിറ്റർ വെള്ളത്തിലേക്കായിട്ടുള്ള വലിയ പാക്കറ്റായിട്ടോ നമുക്ക് കിട്ടും. ചിലപ്പോൾ നമ്മളിപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലല്ല, നമുക്ക് പുറത്തു പോകാനൊന്നും പറ്റുന്ന ഒരു അവസ്ഥയല്ല, അപ്പോൾ അങ്ങനെ കടയിൽ പോയി വാങ്ങാനുള്ള ഒരു അവസ്ഥയല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ ഈ ORS ലായനിക്ക് തുല്യമായിട്ടുള്ള ഒരു ലായനി നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റും. അപ്പോൾ അത് എങ്ങനെയാണ് എന്നുള്ളതാണ് ഞാൻ ഇന്ന് പറഞ്ഞു തരുന്നത്. അതായത് നമുക്ക് കടയിൽ പോകാനുള്ള ഒരു അവസ്ഥയില്ല, വീട്ടിൽ തന്നെ ORSന് തുല്യമായിട്ടുള്ള ഡീഹൈഡ്രേഷൻ തടയാനുള്ള ലായനി എങ്ങനെ തയ്യാറാക്കാം എന്നുള്ളതാണ് ഇപ്പൊ നമ്മൾ സംസാരിക്കുന്നത്. ഇത് മാക്സിമം പേരിലേക്ക് ഷെയർ ചെയ്തെത്തിക്കുക. കാരണം കോളറയ്ക്ക് മാത്രമല്ല, വീട്ടിൽ ഏത് തരത്തിലുള്ള വയറിളക്കവും ഛർദിയും ഉള്ള സാഹചര്യം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു ലായനി സേഫ് ആയിട്ട് ഉപയോഗിക്കാം. ഇത് ഒരു പരിധിവരെ നിങ്ങളുടെ ഷുഗർ കുറയുന്നത്, സോഡിയം കുറയുന്നതിനെയൊക്കെ നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ, അതായത് ധാതു ലവണങ്ങളിലുള്ള ഏറ്റക്കുറച്ചിലിനെ പ്രിവെന്റ് ചെയ്യാൻ വരെ നമ്മളെ സഹായിക്കുന്ന ഒരു ലായനിയാണ്. ഇതിനെ നമുക്ക് രണ്ട് രീതിയിൽ, ഒന്നുകിൽ നമുക്ക് ഒരു ഗ്ലാസ് വെള്ളത്തിൽ പ്രിപ്പയർ ചെയ്യാം, അല്ലെങ്കിൽ 1 ലിറ്റർ വെള്ളത്തിൽ പ്രിപ്പയർ ചെയ്യാം. അപ്പോൾ 1 ഗ്ലാസ് വെള്ളത്തിലാണ് നിങ്ങൾ പ്രിപ്പയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ 1 ഗ്ലാസ് തിളപ്പിച്ചാറിയ വെള്ളം എടുക്കുക. അതിലേക്ക് 1 ടീസ്പൂൺ പഞ്ചസാര ഒഴിക്കുക, 1 നുള്ള ഉപ്പിടുക. 1 ഗ്ലാസ് വെള്ളത്തിലേക്ക്, 1 ഗ്ലാസ് തിളപ്പിച്ചാറിയ വെള്ളത്തിലേക്ക് 1 ടീസ്പൂൺ പഞ്ചസാരയും 1 നുള്ള ഉപ്പും ഇട്ട് കഴിഞ്ഞാൽ ആ ഒരു ഗ്ലാസ്സിലേക്ക് കറക്റ്റ് ആയിട്ടുള്ള കോൺസെൻട്രേഷൻ കിട്ടും. അത് നമുക്ക് കുടിക്കാം. ഇനി നിങ്ങൾ 1 ഗ്ലാസ് വെള്ളമല്ല, 1 ലിറ്റർ വെള്ളം, നമ്മൾ കുറച്ച് വെള്ളം 1 ലിറ്റർ വെള്ളം തയ്യാറാക്കി വെക്കുകയാണ്, അതൊന്ന് ഇടയ്ക്കിടയ്ക്ക് എടുത്ത് കുടിക്കാനാണ് എന്നുണ്ടെങ്കിൽ അതും നല്ലത് തന്നെയാണ്. അങ്ങനെയുണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ കണക്കിൽ വ്യത്യാസമുണ്ട്. 1 ലിറ്റർ തിളപ്പിച്ചാറിയ വെള്ളം എടുക്കുക, അതിലേക്ക് 6 ടീസ്പൂൺ പഞ്ചസാര ഒഴിക്കുക. അതായത് 6 ടീസ്പൂൺ എന്ന് പറയുമ്പോൾ ഏകദേശം 25.2 ഗ്രാം 6 ടീസ്പൂൺ പഞ്ചസാര ഇടുക. അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ ഉപ്പിടുക, അതായത് 2.9 ഗ്രാം. 6 ടീസ്പൂൺ പഞ്ചസാര, 1/2 ടീസ്പൂൺ ഉപ്പ്, 1 ലിറ്റർ തിളപ്പിച്ചാറിയ വെള്ളം. കേട്ടോ? അപ്പോൾ ഞാൻ ഒരിക്കൽ കൂടി പറയാം, നമ്മൾ രണ്ട് രീതിയിൽ, ഒന്നുകിൽ നമുക്ക് 1 ഗ്ലാസ് വെള്ളം അപ്പ റെഡിയാക്കിയിട്ട് കുടിക്കാം, അല്ലെങ്കിൽ 1 ലിറ്റർ വെള്ളം നമുക്ക് തയ്യാറാക്കി വെച്ചിട്ട് അത് ഇടയ്ക്കിടയ്ക്ക് കുടിക്കാം. 1 ഗ്ലാസ് വെള്ളമാണ് എന്നുണ്ടെങ്കിൽ 1 ഗ്ലാസ് തിളപ്പിച്ചാറിയ വെള്ളം, 1 ടീസ്പൂൺ പഞ്ചസാര, 1 നുള്ളുപ്പ്. ഓക്കെ. 1 ലിറ്റർ വെള്ളമാണ് എന്നുണ്ടെങ്കിൽ 6 ടീസ്പൂൺ പഞ്ചസാര, അതായത് 25.2 ഗ്രാം പഞ്ചസാര, അതിന്റെ കൂടെ 1/2 ടീസ്പൂൺ, 6 ടീസ്പൂൺ പഞ്ചസാര, 1/2 ടീസ്പൂൺ ഉപ്പ്, അതായത് 2.9 ഗ്രാം ഉപ്പ്. അപ്പൊ അത് നമുക്ക് തയ്യാറാക്കി വെച്ചാൽ 1 ലിറ്റർ വെള്ളത്തിൽ അത് റെഡി ആയിട്ട് ഇരുന്നോളും. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് അത് പതുക്കെ ആവശ്യമുള്ളപ്പോൾ എടുത്ത് കുടിക്കാവുന്നതേ ഉള്ളൂ. കേട്ടോ? അപ്പോൾ കാര്യങ്ങൾ വ്യക്തമായി എന്ന് മനസ്സിലാക്കുന്നു. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ഈ 2 രീതിയിലുള്ള പാനീയങ്ങൾ തയ്യാറാക്കുന്നത്. അതായത് ORSന് തുല്യമായിട്ടുള്ള, അതായത് ORS ആണ് ഇതെന്ന് പറയാൻ നമുക്ക് പറ്റില്ല, ORSന് തുല്യമായ നമുക്ക് കൃത്യമായിട്ടുള്ള ഡീഹൈഡ്രേഷൻ പ്രിവെന്റ് ചെയ്യാനുള്ള ശക്തിയുള്ള ലായനിയാണിത്. അല്ലാതെ പലരും ചെയ്യുന്ന പോലെ ഗ്ലൂക്കോസ് വെള്ളം എടുത്ത് കുടിക്കുക, ഗ്ലൂക്കോസ് കുറേ വെള്ളത്തിൽ കലക്കിയിട്ട് കുടിക്കുക, പിന്നെ കട്ടൻ കാപ്പി, കട്ടൻ ചായ, ഇതൊക്കെ കുടിക്കുക. ഇതൊക്കെ ആക്ച്വലി ഗുണത്തേക്കാൾ ഏറെ ദോഷമാണ് ഉണ്ടാക്കുക. നിങ്ങളുടെ ഡീഹൈഡ്രേഷൻ പ്രിവെന്റ് ചെയ്യാനൊന്നും സഹായിക്കില്ല. ഡീഹൈഡ്രേഷൻ പ്രിവെന്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ രീതിയിൽ, കാര്യം ഇതിന്റെ അളവിന് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. ഇതില് ഉപ്പും കൂടാൻ പാടില്ല, പഞ്ചസാരയും കൂടാൻ പാടില്ല. അപ്പോഴൊക്കെ അതിന് ബുദ്ധിമുട്ടുണ്ടാക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ 1 ഗ്ലാസ് വെള്ളത്തിലേക്കുള്ള കണക്കും മാറരുത്, 1 ലിറ്റർ വെള്ളത്തിലേക്കുള്ള കണക്കും മാറരുത്. കേട്ടോ? കോളറ മലിനജലത്തിലൂടെ അല്ലാതെ പകരുമോ? സാധ്യത കുറവാണ്. മലിനജലമോ അല്ലെങ്കിൽ കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള ജലമോ ഭക്ഷണമോ അതിലൂടെയാണ് സാധാരണ രീതിയിൽ പകരുക. പിന്നെ ഒരാൾക്ക് വന്നു കഴിഞ്ഞാൽ ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരാം. കേട്ടോ? കാരണം അവരുടെ ഡ്രസ്സിലും അല്ലെങ്കിൽ അവരുടെ മലത്തിലും ഒക്കെ ഈ വിബ്രിയോ കോളറ എന്ന് പറയുന്ന ഈ ബാക്ടീരിയ ഉണ്ടാവുമല്ലോ. വേറെ എന്തെങ്കിലും സംശയങ്ങളുണ്ടോ? യെസ്. അപ്പൊ ഇത് വളരെ ചെറിയൊരു ടിപ്പാണ്, വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. വീട്ടിൽ തന്നെ നമുക്ക് പുറത്തു പോയി വാങ്ങാതെ തന്നെ വീട്ടിൽ തന്നെ നമുക്ക് ഡീഹൈഡ്രേഷൻ സൊല്യൂഷൻ എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതിനെ പറ്റി ടിപ്പാണ്. പ്രത്യേകിച്ചിട്ട് മഴക്കാലമാണ്. ഇനി കോളറ അല്ലെങ്കിലും വയറിളക്കവും ഛർദിയൊക്കെ വരാനുള്ള സാധ്യത വളരെ കൂടുതലുള്ള സമയമാണ്. സോ എല്ലാവരിലേക്കും നിങ്ങളിത് കാണുന്ന എല്ലാവരും ഷെയർ ചെയ്തെത്തിക്കും. കേട്ടോ? ഓക്കെ, ബൈ. അപ്പൊ ശരി, എല്ലാവരും സുഖമായിട്ടിരിക്കൂ. നമുക്ക് അടുത്തൊരു ടോക്കുമായിട്ട് വൈകാതെ തന്നെ കാണാം. ബൈ.